നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മനുഷ്യങ്ങളുടെ ഫോണിലേക്ക് SI വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഗേറ്റ് തുറക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനുഷ്യങ്കർ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ പോലീസാന്ന് പറയണം. അയ്യോ സോറി സാർ, ഹോണടി ശബ്ദമൊന്നും കേട്ടില്ല, കാരണം എപ്പോഴും പുറത്തോടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നോണ്ടേ ഇപ്പൊ തന്നെ തുറക്കാന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്കർ വന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോ ഹരിശങ്കറെ കൊണ്ടുള്ള വാഹനം, പോലീസ് വാഹനം അകത്തേക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ ഹരിശങ്കറിനെ അതിനകത്തുനിന്ന് പോലീസുകാർ ഇറക്കുക. ആ സമയത്ത് മനുശങ്കർ അത് നോക്കി. മനുശങ്കർ നല്ല വിഷമായി മനുവിന്. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കമല ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹരിശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും പോലീസുകാരെ പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുത്തവനെ. ഇതാണോടാ നിന്റെ തള്ളയെന്നൊരു ഒറ്റ ചോദ്യം കൂടെ. അപ്പോഴേക്കും ഹരിശങ്കർ അതേന്ന് പറയണം. പിന്നീട് ഹരിശങ്കറെ നോക്കി. ഹരിശങ്കറെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകപ്പാടൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് പോലീസുകാരൻ കമലയോട് ചോദിച്ചു, അല്ല ഇവിടെയാണോ അലീന എന്ന് പറയുന്നൊരു വേലക്കാരി പെണ്ണ് ആദ്യം താമസിച്ചിരുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം കമല പറഞ്ഞു, അതേന്ന് പറഞ്ഞു. അല്ല അവളെ ഇവന് പണവും സ്വർണവും കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമല നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു നിമിഷം ഹരിശങ്കർ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും ഹരിശങ്കറിന്റെ തലയ്ക്കിട്ട് തട്ട് കൊടുത്തു. സത്യം പറയടാ, ശരിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരിശങ്കർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് കമലയോട് ചോദിച്ചു, അല്ല നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ അവളെ റേപ്പ് ചെയ്യാനായിട്ട് ഇവ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇല്ല എന്നൊക്കെ പറഞ്ഞ് പതർച്ചയോടുകൂടി പറയാണ്. എന്താ ഇല്ലേന്ന് ചോദിച്ചു. അല്ല അറിയായിരുന്നു പറഞ്ഞു. ഏതിലേലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. അറിയായിരുന്നു പറഞ്ഞു. ഓ എന്നിട്ട് നിങ്ങൾ അവളെ സ്വാധീനിച്ചല്ലേന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കമല. അതെ, ഇവൻ അവളെ മാത്രമല്ല, പിന്നെ ബബിത എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഭർത്താവിന്റെ പെങ്ങടെ മോള്, അവളെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് കമലയ്ക്ക് ഒരു അന്താളിപ്പായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നേ? ഇവന്റെ സകല ചരിത്രവും ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ പണ്ട് കുടിച്ച മുലപ്പാല് വരെ ഞങ്ങൾ ഛർദ്ദിപ്പിച്ചു. അറിയാലോ, ഇവനെ അങ്ങനെ ഒരു പുന്നാര മോന എന്നൊക്കെ പറഞ്ഞിട്ടൊരു തെറി കൂട്ടി അങ്ങോട്ട് പറയാണ്. ആ സമയം കമല വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി ഹരിയെ നോക്കുവാണ്. മനുശങ്കർ അവിടെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. മനുശങ്കർ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, ഇവന്റെ മുറി ഏതാ? ഇവന് അശ്ലീല മാസുകളൊക്കെ സൂക്ഷിച്ചേക്കുന്ന മുറി ഒന്ന് കാണിച്ചു തന്നട്ടെ നിങ്ങള്. ഒന്നും അല്ലേലും ഇവനെ പോലെ ഒരുത്തനെ പെറ്റി വളർത്തി വഷളാക്കി വിട്ടതല്ലേ നിങ്ങള്? ഇവന്റെ തള്ളയല്ലേ, കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ കമല പറഞ്ഞ് വരാൻ പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഹരിശങ്കറിന്റെ തലക്കിട്ട് തട്ട് കൊടുത്തു. എന്നിട്ട് പിടിച്ചൊരു തള്ളും കൂടെ കൊടുക്കണം. നടക്കട അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് മനുശങ്കർ വല്ലാത്തൊരവസ്ഥയോടുകൂടി അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഹരിശങ്കറെ അവന്റെ മുറിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നീട് ഹരിയോട് ചോദിച്ചു, ഇതാണോടാ നിന്റെ മുറിയെന്ന് ചോദിച്ചു. അതേന്ന് പറയാ, തുറക്കാൻ പറയാണ്. അങ്ങനെ കമല മുറിയൊക്കെ തുറന്നു കൊടുത്തു. ഹരി അകത്തേക്ക് അങ്ങോട്ട് അകത്ത് കയറ്റി കഴിഞ്ഞിട്ട് പോലീസുകാരൻ ചോദിച്ചു, എവിടെടാ ആ CD-യും പെൻഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഡ്രോയ്ക്കകത്ത് CD ഉണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ അതൊക്കെ പോലീസുകാര് എടുക്കുകയാണ്. ഈ സമയം കമല് വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. തന്റെ മകന്റെ കൈവശം നിന്നാണോ ഇതൊക്കെ പിടിക്കണം എന്നൊരു ചിന്തയായിരുന്നു കമലയുടെ മനസ്സിൽ. കുറച്ചു മുമ്പ് വരെ വൈജയന്തര് വിളിച്ച് രോഹിത്തിനെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞു കൊടുത്ത, എന്നിട്ട് കമലയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഇതെല്ലാം പിടിക്കണേ. അവസാനം ചോദിച്ചു, മറ്റേ സാധനം എവിടെയിടാന്ന് ചോദിച്ചു. സാറേ സത്യമായിട്ടും എൻ്റെ കയ്യിലില്ല. കള്ളത്തരം പറയണോ? എവിടെ എടുക്കടാന്ന് പറയണ. സാറേ എൻ്റെ കയ്യിലില്ല. നീ 2 പേർക്ക് കൊടുത്തായിരുന്നല്ലോ, എവിടെയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു തീരുമല്ല, പടക്കം പൊട്ടുന്ന പോലെ 4 കർണത്തിനിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കമല അന്താളിച്ചു പോയി. കമല ഞെട്ടിപ്പോയി. കമല ഒട്ടും പ്രതീക്ഷിച്ചില്ല കമലയുടെ മുന്നിട്ട് തൻ്റെ മോനെ തല്ലൂ എന്നുള്ള കാര്യം. എടുക്കടാന്ന് പറഞ്ഞത്. എൻ്റെ അടുത്താണോ നിന്റെ ഊടായ്പും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഒടുവിൽ അവൻ പോയിട്ട് എന്ത് ചെയ്തു, എടുക്കുവാട. അതും ഭയങ്കര സേഫായിട്ട് ഡ്രോയുടെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച നിലയിലേക്കായിരുന്നു മയക്കുമരുന്ന് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു കവറെടുത്ത് കൊടുത്തു. അതിനകത്തൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് സാധനങ്ങൾ, ഇനി ഉണ്ടോടാന്ന് ചോദിച്ചു. ഒരെണ്ണോടെ എടുത്തു കൊടുത്തു. കമല ഞെട്ടലോട് കൂടി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, എടാ ഇനി വല്ല കഞ്ചാവോ ഹാഷിഷോ MDMA അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പറഞ്ഞു, ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടോ PC അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ ആ
അലമാരിക്കകത്ത് ഡ്രസ്സിനകത്തൊക്കെ നോക്കടാ, അവിടെയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, നോക്കാൻ പറയണം. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്തു, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഒടുവിൽ അവനോട് പറഞ്ഞു, എടാ നീ പെട്ടെന്നൊന്നും ഇങ്ങനെ പുറത്തിറങ്ങാൻ പോകുന്നില്ല, ഇനി പുറലോകം കാണത്തില്ല. ഒന്നാമത്തേത് പെണ്ണ് കേസ്, പിന്നെ അറിയാലോ മയക്കുമരുന്ന് കേസ്, എല്ലാം ഉണ്ട്. നല്ല ഒന്നാം തരം പുന്നാര മോന് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കമലയുടെ മുഖം കാണണം, വല്ലാത്തൊരവസ്ഥയില. ഇതൊക്കെ കണ്ടിട്ട് മനശങ്കർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പണ്ടേ അവന് ഉപദേശം കൊടുത്ത അവൻ നന്നാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനുവിനൊന്നും ചെയ്യാൻ പറ്റില്ലോ. അങ്ങനെ ഒടുവിൽ അവിടുന്ന് കിട്ടേണ്ട രേഖകളൊക്കെ എടുത്തോണ്ട് അവനെ കൊണ്ട് പോലീസുകാർ പുറത്തേക്ക് പോയി. ആ സമയത്ത് മനുശങ്കർ അത് നോക്കി നിൽക്കുകയാണ്. നല്ല സങ്കടം വന്നു മനുവിന്. പക്ഷെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ ചെയ്തതിനുള്ള തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടുന്നത്. പിന്നീട് കമല ശിവശങ്കരനെ വിളിക്കുവാണ്. ശിവശങ്കരനെ വിളിച്ചു. ശിവശങ്കരൻ ചോദിച്ചു, എന്താ കമലെന്ന് ചോദിച്ചു. ശിവേട്ടനത് എവിടെയായിരുന്നു? മുമ്പെയൊക്കെ ഞാൻ വിളിച്ചിട്ട് കോള് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ലോ. അതെ, ഞാൻ റിയാദിലേക്ക് പോയതായിരുന്നു. എവിടെ എങ്ങോട്ട് പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എൻ്റെ കമലെ? അന്നങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ? പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത്, അങ്ങനെ പോയതാണ്. എങ്കിൽ കോളെങ്കിലും ഒന്ന് എടുത്തുകൂടെ? വിളിക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിനക്കറിയാൻ മേലെ ഫോണിൽ വിളിച്ചാൽ കിട്ടത്തില്ലെന്നുള്ള കാര്യം. കൂടാതെ എൻ്റെ കൂടെ മാനേജ്മെന്റ് സ്റ്റാഫുകൾ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞു. നിനക്ക് അവിടെ ഇരുന്നതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ദേ ശിവേട്ട, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും ശിവേട്ടൻ അറിയുന്നുണ്ടോ? എന്താ? കുറെ ആൾക്കാർ ഇവിടെ വന്ന് ഗേറ്റിന് അവിടെ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. വീടിന് നേരെ കല്ലേറും പരിപാടികളുമായിരുന്നു. പിന്നെ ഹരിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. തെളിവെടുപ്പിനോ? അതേന്നെ, അവനൊരു പെണ്ണിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞോണ്ട്. എന്നിട്ട് എന്താവാനാ? കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി. എടി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ശിവേട്ടനെ അറിയത്തില്ലാത്തോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ആ പെണ്ണെന്തോ പരാതി കൊടുത്തതിന്റെ പേരില്ല. അതിനെന്ത് തെളിവെടുപ്പാ നടത്തുന്നേ? ഒരു പെണ്ണ് പരാതി കൊടുത്ത ഉടനെ അങ്ങോട്ട് പോലീസുകാർ വന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്, തെളിവെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള പരാതിയാണെന്നൊക്കെ അന്വേഷിക്കണ്ടേ? പൈസ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പോലീസുകാർക്ക്. സാരമില്ല, ഡിവൈഎസ്പിനെ എനിക്കറിയാം, ആ മധുസൂദനെ എനിക്കറിയാവുന്ന. ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചോളാം. നീ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇതേ ശിവേട്ട, എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാം, നീ ധൈര്യമായിട്ടിരിക്കുക. അല്ല മനു അവിടെ ഇല്ലേന്ന് ചോദിച്ചു. മനു ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? കമലയെ സമാധാനിപ്പിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മനുശങ്കറെ വിളിക്കുക. എടാ മനു, അവിടെ എന്തൊക്കെയാ നടക്കണേ? നീ എന്നോട് എന്താ ഒന്നും വിളിച്ചു പറയായിരുന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, അച്ഛാ ഇവിടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എടാ എന്താ കാര്യം? നീ എന്താ ആ ഡിവൈഎസ്പിനെ CIനെ ഒന്നും പോയി കാണാത്തെ? അവരെയൊക്കെ ഒന്ന് പോയി കാണാൻ വരായിരുന്നോ? അങ്ങ് ചെന്ന് കൊടുത്താലും മതി അച്ഛാ. അച്ഛന് വല്ലതും അറിയണോ? എന്താടാ? അല്ല അമ്മ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അല്ല നിന്റെ അമ്മ പറഞ്ഞു ഏതോ പെങ്കൊച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടേ പരാതി കൊടുത്തെന്ന്. അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അത്. നിസ്സാര കാര്യമല്ലെന്നോ? എൻ്റെ അച്ഛ, ഹരി എന്താ ചെയ്തെന്നറിയാവോ? അവനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ അവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളൊഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് 3-4 പേരുണ്ടായിരുന്നു, രോഹി അടക്കം ഉണ്ടായിരുന്നു. പിന്നീട് ആ പെങ്കൊച്ചിനെ അവരെല്ലാവരും കൂടി എന്താ ചെയ്തതെന്ന് അച്ഛൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് വെറുതെ ഒന്നുമല്ല, മയക്കുമരുന്ന് കൊടുത്തിട്ടാ ആ പെങ്കൊച്ചിനെ അവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അതിന്റെ പേരില്ല ആ പെങ്കൊച്ചിന് പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇല്ല പുറലോകം കാണത്തില്ല. അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ലത്. ഇതിപ്പം നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ മാത്രമല്ല, വലിയ വലിയ പ്രശ്നവും. അടുത്ത ദിവസം അച്ഛനും കാണാം. ന്യൂസൊക്കെ അവിടെ ഗൾഫിലെ വാർത്തയിലും വരും. അവിടെയൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ കേരളം ഒട്ടാകെ ഇനിയിപ്പോൾ അറിയാനായിട്ട് പോകുക. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. അച്ഛൻ വരാതെ ഒന്നും നടക്കില്ല. എന്നെ കൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എടാ ഇത്രയും വലിയ കേസാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കമൽ പറഞ്ഞു ഏതോ ഒരു പെങ്കുച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അത്രേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെയൊന്നും അല്ലച്ച കാര്യങ്ങൾ, നമ്മുടെ കൈവിട്ട് പോകുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞു. ശരി വരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ശിവശങ്കരൻ. ഇതേ സമയത്ത് കടപ്പാട്ട് വീട്ടിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുവാണ്. ആ സമയം അലീന ജല്ലിക്കൂടെ നോക്കി പോലീസ് ജീപ്പ് കാണുവാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, ആരാ ചേച്ചിന്ന് ചോദിച്ചു. പോലീസുകാരാണല്ലോ എന്ന് പറയണം. അലീനയ്ക്ക് എന്തോ ഒരു ഭയമൊക്കെ തോന്നി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.